ഇപ്പോൾ ടൈം 9:10. ഞങ്ങളിപ്പോൾ ഇവിടെ കമ്പത്തെത്തി, ഒരു പമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് അടുത്തത് പോകുന്നത് ഗ്രേപ്പ് ഫാമിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 4-4.5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെള്ളം കുടിച്ചൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ പിന്നെ എന്നാൽ പോവാം. അങ്ങനെ കുറച്ച് ലൈറ്റായിട്ടാണെങ്കിലും ചെറുതായിട്ട് വഴിയൊക്കെ ഒന്ന് തെറ്റിപ്പോയി. എന്നാലും ചോദിച്ചും മനസ്സിലാക്കിയൊക്കെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുന്തിരിത്തോട്ടമൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ബേർഡ്സിനെ അതുപോലെ സ്നേക്സും എല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കൈകൊണ്ട് പിടിക്കണത്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇഗ്വാന, അത് ഞാൻ ആദ്യമായിട്ടാണ് അതിനെ പിടിക്കണത്. എനിക്കതിനെ പിടിച്ചത് സത്യം പറഞ്ഞാൽ നല്ല പേടി തോന്നി. കാരണം മേത്തേക്കൊക്കെ അതിന് കയറുമെന്നൊക്കെയുള്ള പേടിയുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുത്തു. എനിക്ക് അതിനെ പിടിക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നെ ബേർഡ്സിൻ്റെ കാര്യമൊന്നും പറയണ്ട. അത് നമ്മളവിടെ പോകുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം അതെല്ലാം കടിച്ച് പറിക്കും. ഇനി മനസ്സിലാക്കിയിട്ട് വരണം. കാരണം ചേട്ടൻ്റെ കഴുത്ത കിടന്ന മാല മൊത്തം കടിച്ച് ചളിക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടുത്തെ എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ, ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ചെന്നിട്ട് വേണം കഴിക്കാൻ. കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് STK റോഡ്, ചിക്മന്നൂർ. അപ്പോൾ ഞങ്ങൾ കമ്പത്തു നിന്ന് നേരെ പോകുന്നത് മേഘമലയിലേക്കാണ്. അപ്പോൾ മേഘമലയിലേക്ക് ഇവിടുന്ന് ദൂരം കാണിക്കുന്നത് 32 കിലോമീറ്റർ, 1 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ബ്രേക്കിന് വേണ്ടി വണ്ടി നിർത്തിയതാണ്.
ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മേഘ്മലയുടെ വ്യൂ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അങ്ങോട്ടേക്ക് ഇനിയും കയറി പോകാമെന്ന് വെച്ചാൽ നമുക്ക് ഈ തേയിലത്തോട്ടവും അതുപോലുള്ളതൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കൂടുതലും ഇപ്പോൾ ഈ കാണുന്ന വ്യൂ പോയിൻറ്റ്സാണ് ഉള്ളത്. നമ്മൾ ആദ്യം കണ്ടതും പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഡാം സൈറ്റും. അപ്പം നമ്മുടെ ട്രാവലിംഗ് ഡയറീസിൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ട്രാവലിംഗ് സ്റ്റോറിയായിട്ട് നമുക്ക് വീണ്ടും വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടെറ്റാ ബൈ സി പറയുകയാണ്. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.